നമസ്കാരം. 2 ദിവസം മുൻപ് മലപ്പുറം ജില്ലാ പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ വെച്ച് നിലമ്പൂർ MLA PV അൻവർ ജില്ലാ പോലീസ് മേധാവിയായ S ശശിധരനെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസംഗം നടത്തിയിരുന്നു. ഇതിനുശേഷം തൻ്റെ മറുപടി പ്രസംഗം 2 വരികളിൽ ഒതുക്കി ശശിധരൻ വേദി വിട്ടു. യഥാർത്ഥത്തിൽ PV അൻവറിൻ്റെ മുഖത്തേറ്റ അടിയായിരുന്നു അത്. തൻ്റെ മുന്നിൽ കുനിഞ്ഞോച്ചാനിച്ചു നിൽക്കുന്നവരെ മാത്രം കണ്ടു ശീലിച്ച PV അൻവറിന് ഇവിടെ തെറ്റി. എങ്കിലും അതൊന്നും മുഖത്ത് കാണിക്കാതെ ഒരു എളിഫ്യ ചിരിയുമായി അൻവർ വേദിയിലിരുന്നു. ആരാണ് S ശശിധരൻ IPS? അൻവറിനെ പോലെയുള്ള രാഷ്ട്രീയക്കാരുടെ കാല് പിടിച്ചിട്ടല്ല S ശശിധരൻ ഇവിടെ വരെ എത്തിയത്. വടക്കാഞ്ചേരി കണ്ണമ്പ്ര സ്വദേശിയായ ശശിധരൻ്റെ തുടക്കം LP സ്കൂൾ അധ്യാപകനായിട്ടായിരുന്നു. 1995 പോലീസിലെത്തിയ അദ്ദേഹം കൊല്ലം അഞ്ചാലുംമൂട് പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 2005 സർക്കിൾ ഇൻസ്പെക്ടറായി സ്ഥാനക്കയറ്റം നേടിയ ശശിധരൻ 2008 DYSP ആയി. പാലക്കാട്, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കൊല്ലം, എറണാകുളം ജില്ലകളിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം വ്യാജമദ്യ, കുഴൽപ്പണ, ലഹരിമരുന്ന് മാഫിയകൾക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ശ്രദ്ധേയനായി. കോളിളക്കമുണ്ടാക്കിയ നിലമ്പൂർ രാധാവധക്കേസിൽ തുമ്പുണ്ടാക്കിയത് S ശശിധരനാണ്. അതിക്രൂരമായി കൊല്ലപ്പെട്ട പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ ഘാതകനെയും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശശിധരൻ പൂട്ടി. കേരളത്തെ തന്നെ ഞെട്ടിച്ച മറ്റൊരു സംഭവമായിരുന്നു ഇലന്തൂർ നരബലി. എറണാകുളത്തെ ലോട്ടറി വിൽപ്പനക്കാരിയായിരുന്ന പത്മയുടെ തിരോധാനത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഇലന്തൂർ നരബലിയുടെ ചുരുളഴിഞ്ഞത്. ഈ കേസിൽ ഭഗവത് സിംഗും ഭാര്യ ലൈലയും കൂട്ടാളി മുഹമ്മദ് ഷാഫിയും അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നതിലും ശശിധരൻ നിർണായക പങ്കുവഹിച്ചു. ഇലന്തൂർ നരബലി കേസിൻ്റെ അന്വേഷണത്തിന് 2024 ബാഡ്ജ് ഓഫ് ഓണർ ബഹുമതി ശശിധരനെ തേടിയെത്തി. ഇതുമാത്രമല്ല, തൻ്റെ 29 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ശശിധരനെ തേടിയെത്തിയത് 74 ഗുഡ് സർവീസ് എൻട്രികളും 7 കമൻഡേഷൻ സർട്ടിഫിക്കറ്റുകളും. ഇങ്ങനെ പോലീസ് സേനയുടെ അഭിമാനമായ ഒരു ഉദ്യോഗസ്ഥനെയാണ് PV അൻവറിനെ പോലെയുള്ള ജനങ്ങൾ തിരസ്കരിച്ച ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ പരസ്യമായി അപമാനിച്ചത്. തൻ്റെ പാർക്കിൽ നിന്ന് ചില സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയവരെ അറസ്റ്റ് ചെയ്തില്ല എന്നതാണ് അൻവറിനെ രോഷം പിടിപ്പിച്ചത്. മാത്രമല്ല, പെറ്റി കേസുകളുടെ എണ്ണം കൂട്ടുന്നു, സർക്കാരിൻ്റെ ഭവന പദ്ധതിക്ക് ആവശ്യമായ മണ്ണ് നീക്കം ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർത്തിയ PV അൻവർ പലതവണ വിളിച്ചിട്ടും SP ഗൗരവമായെടുത്തില്ലെന്നും പറയുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: SP സ്വാധീനിക്കാനും MLA ആണെന്നുള്ള തൻ്റെ ഹുങ്ക് കാണിക്കാനും PV അൻവറിൻ്റെ ശ്രമത്തിന് SP വഴങ്ങിയില്ല. പൊതുവേദിയിൽ വെച്ച് ജില്ലാ പോലീസ് മേധാവിയെ അപമാനിച്ചതിന് മാപ്പ് പറയണമെന്ന് IPS അസോസിയേഷൻ പ്രമേയം പാസാക്കിയെങ്കിലും മാപ്പ് പറയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് PV അൻവർ. മാത്രമല്ല, മലപ്പുറത്തിൻ്റെയും കേരളത്തിൻ്റെയും മാപ്പുണ്ട്. ഇനിയും മാപ്പ് വേണോ എന്നുള്ള മൂന്നാം കിട പരിഹാസവുമായി തൻ്റെ സ്വതസിദ്ധമായ വഷളൻ ചിരിച്ചിരിക്കുകയാണ് PV അൻവർ. മാത്രമല്ല, S ശശിധരന് 0 മാർക്കാണ് താൻ കൊടുക്കുന്നതെന്ന് പൊതുവേദിയിൽ പറഞ്ഞ അൻവർ സംഭവം വിവാദമായതിനു ശേഷവും അദ്ദേഹത്തിനെ സാഡിസ്റ്റ് എന്നും ഈഗോയിസ്റ്റ് എന്നുമൊക്കെയാണ് പരസ്യമായി പരാമർശം ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ജനങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് വോട്ട് തെണ്ടി MLAയും മന്ത്രിമാരുമൊക്കെ ആയിക്കഴിഞ്ഞ് പോലീസുകാരും പൊതുജനങ്ങളും ഇനി തങ്ങളുടെ കാൽച്ചുവട്ടിലാണെന്ന മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന PV അൻവറിനെ പോലെയുള്ളവർക്ക് ഒരു പാഠമാണ് S ശശിധരൻ. എല്ലാ മേഖലയിലും പുഴുക്കുത്തുകൾ ഉള്ളതുപോലെ ഈ മേഖലയിലുമുണ്ട് പുഴുക്കുത്തുകൾ. PV അൻവറിന് ഐക്യദാർഢ്യവുമായി അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് പോലീസ് അസോസിയേഷൻ നേതാക്കളായ PK ബിജുവും പ്രശാന്തും രംഗത്തെത്തിയിട്ടുണ്ട്.